വാർത്തയിലേക്ക്. ആലുവയിൽ തോക്കുകൾ പിടികൂടി. മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നുമാണ് 4 തോക്കുകളും പണവും പിടിച്ചെടുത്തത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ. ഉമേഷ്, ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ഇപ്പോൾ ഈ തോക്ക് ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്? മറ്റു കാര്യങ്ങൾ ഷിജു, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആലങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ റിയാസിന്റെ വീട്. ആലങ്ങാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് അവിടെ പരിശോധന നടത്തിയത്. പരിശോധനയിലാണ് ഒരു പെട്ടിക്കകത്താക്കി 4 തോക്കുകളും ഇത്തരത്തിൽ കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ മാഞ്ഞാലി സ്വദേശി റിയാസ് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത്. ഇയാൾ ഗുണ്ട ലിസ്റ്റിൽപ്പെട്ടയാളാണ് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ അനസ് എന്നൊക്കെ പറയുന്ന ഗുണ്ട സംഘത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഈ റിയാസ് എന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ഭാഗത്ത് പരിശോധന ശക്തമാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് ഈ തോക്കുകൾ പിടികൂടിയത്. ഈ റിയാസ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇയാളെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഇതിനകം തന്നെ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. എന്തിനാണ് ഈ തോക്ക് കൈവശം വെച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. ഈ ആയുധങ്ങൾക്ക് പുറമെ ഏതാണ്ട് 9 ലക്ഷത്തോളം രൂപ, പോലീസ് കൃത്യമായി പറഞ്ഞത് 8,83,000 രൂപ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു. അതായത് ഈ മാരകായുധങ്ങളും പണവും എന്തിനു സൂക്ഷിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഒപ്പം മറ്റ് ചില ഭാഗങ്ങളിൽ കൂടി പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. സിജു, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ ഒരു വീട്ടിൽ നിന്ന് തോക്കുകൾ പിടികൂടി. മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നാണ് 4 തോക്കുകളും പണവും പിടിച്ചെടുത്തത്.